നെപ്പോളിയൻ ഹിൽ എഴുതിയ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നത് വ്യക്തിഗത വളർച്ചയെ മാറ്റിമറിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ്. മിക്കവാറും എല്ലാ വിജയികളും ഇത് വായിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം പലരും ശ്രദ്ധിക്കാതെ പോകുന്നു. പലരുടെയും വിചാരം ഇതാണ്: ചിന്തിക്കുക, സമ്പന്നനാവുക എന്നു പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്നാൽ പണം താനേ വന്നോളുമെന്നാണ്. അതൊരു ചിന്തയല്ല, അതൊരു ദിവാസ്വപ്നമാണ്. യഥാർത്ഥത്തിൽ സമ്പത്തുണ്ടാക്കാൻ ബുദ്ധിപരമായ ചിന്തകളോടൊപ്പം പ്രവൃത്തിയും അത്യാവശ്യമാണ്. മിക്കവരും ആ പുസ്തകത്തിലെ ആഗ്രഹത്തെക്കുറിച്ചും അതിനുള്ള ഡ്രൈവിനെക്കുറിച്ചുമുള്ള ആദ്യ അധ്യായങ്ങളിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോകുന്നു. അതാണ് ഏറ്റവും ശക്തമായ 11ാമത്തെ തത്വം: കൃത്യമായ ചിന്ത, അക്യുറേറ്റ് തിങ്കിങ്. ഇത് മറ്റുള്ളവരുടെ ഐഡിയകളെ വിമർശിക്കാനുള്ള കഴിവല്ല, മറിച്ച് ഒരു സാഹചര്യത്തെ യാഥാർത്ഥ്യബോധത്തോടെ നോക്കിക്കണ്ട് ഇവിടെ ശരിക്കും സത്യമായിട്ടുള്ളതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാനുള്ള കഴിവാണ്. കൃത്യമായ ചിന്തയാണ് ഏറ്റവും കഠിനമായ ജോലി. കാരണം ഇതിന് യഥാർത്ഥ മാനസിക പരിശ്രമം ആവശ്യമാണ്. ഹെൻറി ഫോർഡ് പറഞ്ഞതുപോലെ, ചിന്തയാണ് ഏറ്റവും കഠിനമായ ജോലി, അതുകൊണ്ടാണ് വളരെ കുറച്ചാളുകൾ മാത്രം അതിൽ ഏർപ്പെടുന്നത്. ദ സ്കിൽ ദാറ്റ് ചേഞ്ചസ് എവറിത്തിങ്. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ബിസിനസ് ടൂളുകളും സ്ട്രാറ്റജികളും കോണ്ടാക്റ്റുകളും എടുത്തുമാറ്റിയാലും ഒരൊക്കെ കാര്യം മതി: ചിന്തിക്കാൻ സമയം കണ്ടെത്തുക. വിജയിക്കാൻ ബുദ്ധി മാത്രമല്ല വേണ്ടത്, നിങ്ങളുടെ ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്നും നിങ്ങളുടെ ബിസിനസ്സിൽ എവിടെയാണ് പ്രശ്നമെന്നും സ്ഥിരമായി ആഴത്തിൽ ചിന്തിക്കാനുള്ള കഴിവാണ്. ചിന്തിക്കുക എന്നാൽ വെറും ധ്യാനം പോലെയുള്ള കാര്യമല്ല. ചിന്തിക്കുക എന്നാൽ നിങ്ങൾ ശരിക്കും ഇരുന്ന് ആലോചിക്കേണ്ട ആഴത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എന്നതാണ്. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഗുണമാണ് കിട്ടുന്ന ഉത്തരങ്ങളുടെ ഗുണം. എന്തുകൊണ്ടാണ് എനിക്ക് കൂടുതൽ പണമുണ്ടാക്കാൻ കഴിയാത്തത് എന്നതുപോലുള്ള മോശം ചോദ്യം ചോദിച്ചാൽ കഴിവില്ല, പണമില്ല, ആളുകളെ അറിയില്ല എന്നിങ്ങനെ മോശം ഉത്തരങ്ങളെ കിട്ടൂ. അതുകൊണ്ട് ചോദ്യം മാറ്റുക. വെറുതെ ആലോചിച്ചിരിക്കാതെ ചോദ്യം കൃത്യമാക്കുക. എങ്ങനെ കൂടുതൽ പണമുണ്ടാക്കാം എന്നതിനു പകരം പുതിയ കസ്റ്റമേഴ്സ് ഇല്ലാതെ എങ്ങനെ കൂടുതൽ വിൽക്കാം എന്ന ചോദ്യത്തിലേക്ക് മാറുക. ഇതിലും മികച്ച ചോദ്യം: പുതിയ കസ്റ്റമേഴ്സ് ഇല്ലാതെ, അധിക ചെലവില്ലാതെ എങ്ങനെ കൂടുതൽ വിൽക്കാം? ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് ഉത്തരം കണ്ടെത്താൻ തുടങ്ങും. പഴയ കസ്റ്റമേഴ്സിന് കൂടുതൽ സാധനങ്ങൾ വിൽക്കുക, തന്ത്രപരമായി വില വർദ്ധിപ്പിക്കുക, മറ്റു ബിസിനസ്സുകളുമായി ചേർന്ന് പണിയെടുക്കുക, സബ്സ്ക്രിപ്ഷൻ പോലുള്ള സ്ഥിര വരുമാനമുണ്ടാക്കുക. ദ പ്രാക്ടീസ്: ശാന്തമായി ഒരിടത്തിരിക്കുക, ചോദ്യം മുകളിൽ എഴുതുക, പേനയും പേപ്പറും എടുത്ത് ശരിക്കും ഇരുന്ന് ചിന്തിക്കുക, മനസ്സിൽ വരുന്ന ഓരോ ഉത്തരവും എഴുതിവെക്കുക. ഇതാണ് കൃത്യമായ ചിന്ത. ഇങ്ങനെ ചിന്തിച്ചാണ് നിങ്ങൾ ശരിക്കും സമ്പന്നനാവുന്നത്. ദ ഡിഫറൻസ്: പണക്കാരെയും അല്ലാത്തവരെയും തമ്മിൽ വേർതിരിക്കുന്നത് ഭാഗ്യമല്ല, കൃത്യമായും സ്ഥിരമായും ചിന്തിക്കാനുള്ള കഴിവാണ്. ആഴത്തിൽ ചിന്തിക്കാൻ കഴിയുന്നവർ വെറുതെ ചിന്തിക്കുന്നവരിൽ നിന്ന് എപ്പോഴും വേറിട്ട് നിൽക്കും. ഈ ഒരൊറ്റ ശീലമാണ് വിജയത്തെ ഉണ്ടാക്കുന്നത്.